ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. രാവിലെ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. അമ്പലം ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് എന്നും പോകാൻ പറ്റുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അടുത്താണ്. അതുകൊണ്ട് പോയി അവിടെ നിന്ന് പടച്ചോറ് വാങ്ങിക്കൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. പിന്നെ ദൂരെയൊക്കെയുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ വെച്ച് കഴിക്കും. ഇന്നലെ ആദ്യത്തെ ദിവസമായിട്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. ഇന്ന് അത്രയ്ക്ക് തിരക്കില്ല. എങ്കിലും ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്കൊന്നും സമയമില്ല ചോറ് വന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് അല്പനേരം ഇരിക്കാനോ ഒന്നും ആർക്കും സമയമില്ല എന്നാണ് പറയുന്നത്. അതെല്ലാവരും തിരക്കിലാണ്, ഓട്ടം. ഒരമ്മയാണെങ്കിൽ പറയുന്ന കേട്ട്, അയ്യോ എത്ര ദിവസം കൊണ്ട് വരണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാ സമയം കിട്ടിയേ എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അമ്മയ്ക്കൊക്കെ എന്ന് വെച്ചാൽ ഇനിയിപ്പം ജീവിത സായാഹ്നത്തിലെത്തിയിട്ടും അമ്മയ്ക്കൊക്കെ ഇപ്പോഴും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഭർത്താവൊക്കെ മരിച്ചു, മക്കളൊക്കെ വലിയ നിലയിലായി. എങ്കിലും മക്കളുടെയോ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരക്കിലാണ്. വരാൻ പറ്റുന്നില്ല സ്വാമി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അവിടെ. എന്തായാലും കൊള്ളാം. ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ജീവിതം കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാ സമയവും അങ്ങ് നമ്മൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കളയാതെ കുറച്ച് സമയം നമ്മുടെ ആവശ്യത്തിനായിട്ടും നമുക്കൊന്ന് അമ്പലത്തിൽ പോകുന്നതിനോ നമ്മളൊന്ന് സിനിമയ്ക്ക് പോകുന്നതിനോ നമുക്കൊന്ന് ഒരു സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനോ ഇനി പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു ദിവസവും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുക. സമയങ്ങളങ്ങ് പോകും. പിന്നീട് തീരെ വയ്യാതാവുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ നമുക്ക് ഇതൊന്നും പറ്റിയില്ലല്ലോ, അന്ന് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ. പണ്ടത്തെ ആൾക്കാരുടെ കണക്കല്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് വയസ്സാവും, പെട്ടെന്ന് കൈയും കാലിനും ഒക്കെ വേദനയാവും, അതുപോലെ ഒരുപാട് അസുഖങ്ങളാവും. പണ്ട് 90 വയസ്സ് വരെയൊക്കെ ആൾക്കാർ ജീവിച്ചിരിക്കും, 95 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴങ്ങനൊന്നും ആൾക്കാർ അധികം അങ്ങനെ ഇരിക്കത്തില്ല. എല്ലാവർക്കും പല പല അസുഖങ്ങളും നമ്മുടെ കാലാവസ്ഥയുടെയും ഭക്ഷണ രീതിയുടെയൊക്കെ കൊണ്ടായിരിക്കാം. പല അസുഖങ്ങളുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോഴും നമ്മുടെ നല്ല സമയങ്ങളിൽ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഒരു 50 വയസ്സെങ്കിലും കഴിയുമ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുകയോ അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ കാണാൻ പോവുകയോ അല്ലെങ്കിൽ ഏത് കല്യാണത്തിന് പോവുകയോ ഒന്നിനും സമയമില്ല. ഞാനൊന്നിനും പോകുന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനേ സമയമുള്ളൂ, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, ഇങ്ങനെ പറഞ്ഞിരുന്നാൽ നമുക്കൊന്നിനും സമയം കിട്ടത്തില്ല. കുറച്ചൊക്കെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയമൊക്കെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അല്പസമയം നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ ശ്രമിക്കണം. അന്നേരം ഞാനത് ആലോചിച്ചു. അവർ പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ, അയ്യോ വരണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ദിവസമായി, ഇതുവരെ അമ്പലത്തിലൊന്നും വരാൻ പറ്റിയില്ല. കുറച്ച് പ്രായമുള്ളൊരു അമ്മയാണ്. എന്തുവാ, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലും വരാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു അമ്മയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നമുക്ക് തീരെ വയ്യാതാവുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല, നമുക്കത് അവിടെ പോകാൻ പറ്റിയില്ല, അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോകാൻ പറ്റിയില്ല, ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്പസമയമെങ്കിലും നമുക്ക് വേണ്ടി, ഒരു ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. പിന്നീട് ഇന്ന് നല്ല മഴയായിരുന്നു. ഇപ്പം രാവിലെ മുതൽ ഒരിച്ചിരി സമയം തോന്നുന്നു, പക്ഷേ ഇപ്പം നല്ല മഴയാണ്. ഒരു ദിവസം ഒരു 5 മിനിറ്റ് ഇടവിട്ട് നല്ല മഴ തകർത്ത് പെയ്യുകയാണ്. ഞാനെന്തായാലും ഇച്ചിരി മഴ തോന്നുന്ന സമയത്തിന് എത്തിയതാണ്. അമ്പലം ഒരു 11:30-12 മണി വരെയൊക്കെ കാണും സാധാരണ ദിവസം. അല്ലെങ്കിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അടയ്ക്കുന്നതാണ് പതിവ്. സ്കന്ദഷഷ്ഠിയുടെ അന്ന് കുറച്ച് താമസിച്ചേ അടയ്ക്കത്തുള്ളൂ. പിന്നെ മഴ കാരണം എല്ലാവർക്കും ഇപ്പോൾ പനിയാണ്. പൊതുവേ എല്ലാ ആൾക്കാർക്കും ഒരു വീട്ടിൽ ഒരാൾക്കോ 2 പേർക്കെങ്കിലും പനിയുണ്ട്. പനി ഈ കാലാവസ്ഥ മാറിയതിൻ്റെ ആയിരിക്കും. എന്തായാലും ഈ പനി വന്നാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഒരു ഗുളികയൊക്കെ പണ്ട് 1-2 ഗുളിക കഴിച്ചാൽ പനി മാറുമായിരുന്നു. ഇപ്പോൾ എത്ര ഗുളിക കഴിച്ചാലും പനിയും മാറുന്നില്ല, അസുഖവും മാറുന്നില്ല. അത് കഴിയുമ്പോൾ പിന്നെ ചുമയെന്ന് പറഞ്ഞാൽ നിർത്താതെ ആൾക്കാരങ്ങ് ചുമയ്ക്കുകയാണ്. ചുമയെ കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ചുമയുടെ മരുന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും വയ്യാത്തൊരു പരുവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ചുമയാണ്. ചുമ മാറുന്നതേ ഇല്ല. ഇപ്പോൾ കഫ് സിറപ്പൊന്നും അധികം ഉപയോഗിക്കാനും പറ്റുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ദശമൂലാരിഷ്ടമോ അല്ലെങ്കിൽ ഞവരയില പിഴിഞ്ഞ് കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും മാറത്തില്ല, ഇപ്പോഴത്തെ മരുന്ന് കഴിച്ചാലും മാറത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. എന്തായാലും കൊള്ളാം, കുട്ടികളായാലും വലിയവരായാലും ഇപ്പോഴത്തെ പനിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ പലവിധ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ചെയ്ത് അതെന്താണെന്നുള്ളത് കണ്ടെത്തി ചികിത്സിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും താങ്ങാൻ വയ്യ. പിറമൊക്കെ വേദനിക്കുന്ന കണക്കുള്ള പനിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വരുന്നത്. അത് സ്കൂളിൽ നിന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത് ഒരു കുട്ടിക്ക് പനി വരും, അത് അടുത്തിരിക്കുന്ന ആൾക്ക് വന്ന് എല്ലാവർക്കും വരുന്നതാണ് ഇപ്പോഴത്തെ
ഇത്. പിന്നെ കാലാവസ്ഥയുടെ ഉണ്ട്, നല്ല മഴയല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് മഴയൊക്കെ നനയുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പനിയാണ്. പണ്ടൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് മഴയൊക്കെ നനയുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ ഈ മഴയൊന്നും നനയ്ക്കാതെ രക്ഷകർത്താക്കൾ ഇങ്ങനെ പൊത്തി വെച്ചിരുന്നു ഇപ്പം ഒരു ചെറിയ മഴയൊക്കെ നനയുമ്പോഴേ നല്ല പനിയാണ്. അതുകൊണ്ട് മഴയും പനിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞത് കണക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കണം. അത് അല്ലാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം നമ്മൾ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ സ്വന്തമായിട്ട് അവർക്കുള്ള ജീവിതത്തിന് കുറച്ച് സമയം, അത് നമുക്ക് ചില ആൾക്കാർക്ക് എന്താണെന്നറിയാമോ, രാവിലെ ഒന്നും എഴുന്നേൽക്കാൻ മടിയാണ്. രാവിലെ എഴുന്നേൽക്കാതെ പിന്നെ അങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോഴത്തേന് പെട്ടെന്ന് സമയം അങ്ങ് പോകും. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോക്കായാലും എന്തായാലും അങ്ങ് മാറ്റി വയ്ക്കും. അതല്ല, രാവിലെ എഴുന്നേൽക്കാൻ പഠിക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എല്ലാ ജോലിയൊക്കെ തീർത്ത് അമ്പലത്തിലൊക്കെ പോകാനൊക്കെ സമയമൊക്കെ കിട്ടും. ഇതിനൊക്കെ നമ്മൾ സ്ത്രീജനങ്ങൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയാൽ പറ്റും, പോകാനൊക്കെ പറ്റും. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്നെ വിടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പോകുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ തീരെ സ്ട്രിക്റ്റായിട്ട് വിടാത്ത വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഞാനൊക്കെ വേണ്ടുന്ന എന്താണെന്നുള്ളത് അവരൊരു തന്നെ തീരുമാനിക്കുക. അല്ലാതെ ഈ അലസതയും മടിയൊക്കെ കാരണം അമ്പലങ്ങളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം, നമുക്ക് വേണ്ടി നമ്മൾ അല്പസമയം കണ്ടെത്തുക. 24 മണിക്കൂറുള്ളത് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കളയാതെ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.